നമസ്തേ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം അവസാനിച്ചതിന് പിന്നാലെ സംഘർഷം. ബോധപൂർവം UDF കൗൺസിലർമാർ പ്രകോപനം സൃഷ്ടിച്ചു. ഉച്ചയ്ക്ക് 2:30 കൗൺസിൽ യോഗം ആരംഭിച്ചതിന് പിന്നാലെയാണ് സംഭവം. ആർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ BJP അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞതായി പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് UDF മനഃപൂർവ്വം പ്രതിഷേധം ആരംഭിച്ചത്. തൊട്ടു പിന്നാലെ കയ്യാങ്കളിയും ഏറ്റുമുട്ടലും പരസ്പരമുള്ള ചീത്തവിളിയും അടക്കമുള്ള നാടകീയ സംഭവങ്ങൾക്ക് കൗൺസിൽ യോഗം സാക്ഷിയായി. കൗൺസിൽ യോഗം പിരിഞ്ഞതിന് പിന്നാലെ UDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ശബരിനാഥൻ ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുകയും പരിശോധിക്കുകയും ചെയ്തു. ഈ സമയത്ത് രജിസ്റ്റർ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം BJP കൗൺസിലർമാർ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയി. പരസ്പരമുള്ള വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് BJP UDF അംഗങ്ങൾ തമ്മിൽ പിടിവലിയായി. അതിനിടെ രജിസ്റ്റർ വലിച്ചുകീറി നശിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി. BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ഇടപെട്ടത് രജിസ്റ്റർ നശിപ്പിക്കാതിരിക്കാനാണ്. എന്നാൽ ഹാജർ രജിസ്റ്ററിന്റെ ചില പേജുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു. രജിസ്റ്ററിൽ വെള്ളമൊഴിച്ച് നശിപ്പിക്കാനും നോക്കി. സംഘർഷത്തിൽ BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയന്റെ ഷർട്ട് UDF കൗൺസിൽ അംഗങ്ങൾ വലിച്ചു കീറി. രജിസ്റ്ററിൽ തിരുത്തൽ വരുത്താനാണ് ശബരിനാഥ് ശ്രമിച്ചതെന്നും CPMന് വേണ്ടി B ടീമായി UDF പ്രവർത്തിച്ചുവെന്നും BJP ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ LDF കൗൺസിലർമാരും കൗൺസിലിൽ എത്തി. കോർപ്പറേഷൻ പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തു വന്നു. കൗൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളും നടന്നു. അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നതെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ജനപ്രതിനിധികൾ തമ്മിൽ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി പാടില്ല. അത് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് മേയർ പറഞ്ഞു. ഇന്ന് പങ്കെടുത്ത കൗൺസിലർമാർക്ക് എല്ലാവർക്കും ഒപ്പിടാൻ സാധിച്ചിട്ടില്ല. ഒപ്പിട്ട് കൈമാറിയിരുന്നെങ്കിൽ എല്ലാവർക്കും ഒപ്പിടാമായിരുന്നു. ഒപ്പിടാൻ രജിസ്റ്റർ കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില പേജുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു. വെള്ളമൊഴിച്ചു. നാളെ എന്തെങ്കിലും ഉണ്ടായാൽ കോടതിക്ക് മുൻപിൽ കൊടുക്കേണ്ട രേഖയാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ ഡാമേജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും VV രാജേഷ് കൂട്ടിച്ചേർത്തു. ചെമ്പഴന്തി ഉദയൻ അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുന്നത് തടയുകയാണ് ചെയ്തതെന്നും VV രാജേഷ് ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ കൗൺസിൽ യോഗം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അജണ്ട അറിയിച്ചിരുന്നു. PMAYയിൽ തദ്ദേശ മന്ത്രിയുടെ നിലപാടിനെ അഭിനന്ദിച്ചാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി അജണ്ടകൾ ഉണ്ടായിരുന്നു. നഗരസഭ ജീവനക്കാരുടെ ലോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. ആ സമയത്തൊക്കെ പ്രതിപക്ഷ കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്തത്. അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കാൻ തയ്യാറാണ്. 34 കൗൺസിലർമാരുടെ പേപ്പർ തരട്ടെ, അതല്ലേ നിയമം. 20 പേർ ഒപ്പിട്ട നോട്ടീസിൽ കൗൺസിൽ യോഗം വിളിച്ചാൽ ഞാൻ ചെയ്യുന്നത് തെറ്റായ കാര്യമാകില്ലേ എന്നും മേയർ ചോദിച്ചു. പ്രതിയായ വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ മേയർക്ക് നിയമപരമായ അധികാരമില്ലെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. മുനിസിപ്പൽ ആക്ട് പ്രകാരമോ ജനപ്രാതിനിധ്യ നിയമം വഴിയോ മാത്രമേ മേയർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. തന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ ഒപ്പിടാനായി നൽകിയ അറ്റൻഡൻസ് രജിസ്റ്റർ ചില കൗൺസിലർമാർ തട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണെന്നും അതിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തിനിടയിൽ ബുക്കിന് മുകളിലേക്ക് വെള്ളമൊഴിക്കുകയും 2 പേജുകൾ കീറിക്കളയുകയും ചെയ്തു. കൗൺസിലർ സുഗതൻ തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലെന്ന ആരോപണം തെറ്റാണെന്ന് VV രാജേഷ് ചൂണ്ടിക്കാട്ടി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ കൗൺസിൽ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തതിന് സ്മാർട്ട് രേഖകളും വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും തെളിവായി ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 തവണ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെന്ന വാദം വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപരമായ പരാതികൾ ഉണ്ടെങ്കിൽ കോടതിയെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ആണ് സമീപിക്കേണ്ടതെന്നും അല്ലാതെ ഔദ്യോഗിക രേഖകൾ നശിപ്പിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഗരസഭയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്ന കാര്യത്തിൽ ലഭ്യമായ ദൃശ്യങ്ങളും മറ്റു തെളിവുകളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കും എന്ന് VV രാജേഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം BJP ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDFന്റെ നീക്കം അമ്പെ പാളിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത് നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. അവിശ്വാസത്തെ പിന്തുണയ്ക്കില്ലെന്ന് LDF കളം മാറ്റി വ്യക്തമാക്കിയതോടെ മറ്റു വഴികളില്ലാതെ UDF നീക്കത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. UDF കൗൺസിൽ ലീഡർ KS ശബരിനാഥന്റെ നേതൃത്വത്തിലായിരുന്നു അവിശ്വാസ പ്രമേയത്തിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിരുന്നത്. എന്നാൽ 100 അംഗ കൗൺസിലിൽ കേവലം 20 അംഗങ്ങൾ മാത്രമുള്ള UDFന് പ്രമേയം പാസാക്കിയെടുക്കാൻ LDFന്റെ പിന്തുണ അനിവാര്യമായിരുന്നു. സംയുക്ത നീക്കത്തിലൂടെ BJPയെ പ്രതിരോധത്തിലാക്കാമെന്ന് UDF കണക്കുകൂട്ടിയെങ്കിലും തന്ത്രപരമായ നിലപാടിലൂടെ CPM നയിക്കുന്ന LDF ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു.
തന്നെയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സംഭവങ്ങൾ ജനപ്രതിനിധികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. രജിസ്റ്റർ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന BJPയുടെ ആരോപണവും ഭരണസമിതിക്കെതിരായ UDFന്റെ പ്രതിഷേധവും മേയറുടെ വിശദീകരണവും ഇനി നിയമപരമായും രാഷ്ട്രീയപരമായും എന്ത് വഴിത്തിരിവുണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.